ശൈലജ ടീച്ചർ, ഈ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറയുമ്പോൾ ആകെയുള്ള പോപ്പുലേഷനിൽ ഒരു ചെറിയ ശതമാനമാണെങ്കിൽ പോലും അവർ ഈ നിരന്തരമായി ഉയർത്തുന്ന ചില ആശങ്കകളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ശമ്പള പരിഷ്കരണം, ഒപ്പം തന്നെ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം. ഇടതുപക്ഷം ഈ പെൻഷൻ പദ്ധതിയിൽ സ്വീകരിച്ച ഒരു നയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പൂർണ്ണ തോതിൽ എത്ര കണ്ട് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം ഈ ബജറ്റിന് ശേഷം പ്രത്യേകിച്ചും അവിടെ ബാക്കി നിൽക്കുന്നു. മാത്രമല്ല, ഒരു കമ്മിറ്റി വരുന്നു, 3 മാസത്തെ കാലയളവ്. അപ്പോൾ അത്തരം ചില പഠനങ്ങളൊക്കെ സമർപ്പിക്കുമ്പോഴേക്കും ഈ സർക്കാരിന്റെ കാലയളവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ബാക്കിയാകുകയാണല്ലോ. അപ്പോൾ പൂർണ്ണമായും ആ നിലയിൽ ആ വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചോ ഈ ബജറ്റിന്? ജീവനക്കാരുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കേരളത്തിന് മാത്രം, ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് തൃപ്തികരമായ രീതിയിൽ എല്ലാം ചെയ്യാൻ പൂർണ്ണമായിട്ടും കഴിയില്ല എങ്കിലും ഏറ്റവും തൃപ്തികരമായി ഒരു അഷുറൻസ് നമ്മുടെ എക്സിക്യൂട്ടീവിന്, ജീവനക്കാർക്ക് കൊടുക്കുന്ന സംസ്ഥാനം കേരള. മറ്റു പലയിടത്തും എന്താ സ്ഥിതി? അസ്ഥിരത എന്ന് വെച്ചാൽ അവരുടെയൊന്നും ജീവിതത്തിൽ യാതൊരു സുസ്ഥിരതയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുക. അതാണ് മുതലാളിത്തത്തിൻ്റെ രീതി. ഇപ്പോൾ വലിയ മുതലാളിത്ത രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ പോലും ലോക്ക്ഡൗണുകളും അതുപോലെ തന്നെ ക്ലോസ് ഡൗണുകളും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു ദുരന്തം. എന്നാൽ ഇവിടെ ഭരണം കൃത്യമായി നടത്തുന്നതിന് എക്സിക്യൂട്ടീവിനെ സുസ്ഥിരമാക്കുക എന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചില സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ നമുക്ക് സാധിക്കാവുന്നത്ര നമ്മൾ ചെയ്യുന്നു. അതിലാണ് ഈ DA TA ഇതൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള സമീപനം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ളൊരു സമീപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭരണചക്രം ചലിക്കണമല്ലോ ഭംഗിയായിട്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കാണേണ്ടതാണ്. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെയുള്ളത്, പിന്നെ മേരി ടീച്ചർ പറയുമ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഹയർ എഡ്യൂക്കേഷൻ സൗജന്യമാക്കേണ്ടിയെന്നില്ല. ടീച്ചർ ഒരു നല്ല മനസ്സോടുകൂടി, കാരണം ഗവൺമെൻറ്റിന് വലിയ പ്രതിസന്ധി ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് കൂടുതൽ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്കൊക്കെ പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ ഡിഗ്രി പഠനം എന്നെല്ലാം പറയുന്നതൊരു അടിസ്ഥാനമായിട്ട് മാറിയിരിക്കുക, അടിസ്ഥാന ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനു മേലെ ഒരുപാട് തരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞു. അതിൽ റിസർച്ചിനെയൊക്കെ സഹായിക്കുന്ന നിരവധി കോഴ്സുകൾ, ജോലിക്ക് സഹായകമായിട്ടുള്ള ഒരുപാട് പുതിയ സാങ്കേതിക കോഴ്സുകളൊക്കെ ലോകമാകെ പുതിയതായിട്ട് പിറവിയെടുത്തു. അപ്പോൾ അതിലേക്കാണ് ഇനി പോകേണ്ടത്. അതിലൂടെയാണ് നമ്മുടെ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ആശയം. മേരി ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. നമ്മൾ ഈ ക്ഷേമ പ്രവർത്തനത്തിൽ നന്നായി ഊന്നുമ്പോഴും കുറേ കാലമായിട്ട് നമ്മൾ ഇവിടെ ഈ ഉള്ള നല്ല ബ്രെയിൻ ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വേണ്ടത്ര നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അത് ഈ ഗവൺമെൻറ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പരിശ്രമിക്കുന്നത് ആ മേഖലയിൽ കൂടിയാണ്. അതാണ് വിജ്ഞാന കേരളം പദ്ധതി. ഇവിടെ ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഏറ്റവും നല്ല സാങ്കേതിക അറിവ് നേടുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരെ ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ, അവർക്ക് സംരംഭങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുള്ള 2 വർഷമാണ് കഴിഞ്ഞു പോയത്, കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട്. എനിക്ക് തന്നെ അനുഭവമാണ്. എൻ്റെ മണ്ഡലത്തിൽ അവിടെ കിൻഫ്രയുടെ വ്യവസായ പാർക്കിലൊരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ഉണ്ട്. അധികം വലുതല്ല, ചെറുതാണ്. പക്ഷേ അത് നമ്മൾ ആ സൗകര്യം പശ്ചാത്തലം ചെയ്തു കൊടുക്കുമ്പോഴേക്കും അതിനകത്ത് മുഴുവൻ സംരംഭങ്ങൾ വന്നു. എല്ലാം വ്യക്തിപരവും കുറച്ച് ആളുകൾ ചേർന്നിട്ടും ഒക്കെയുള്ള പുതിയ സ്റ്റാർട്ടപ്പുകളും സൗകര്യങ്ങളും ഒക്കെ അവിടെ സംരംഭങ്ങളും ഒക്കെ വരികയാണ്. അപ്പോൾ കേരളത്തെ വിശ്വസിക്കാതിരുന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ, പുതിയ സംരംഭങ്ങളിലേക്ക് വരാൻ യുവതലമുറ ഇപ്പോൾ കേരളമാണ് അതിന് ഏറ്റവും നല്ലത് എന്ന് കണക്കാക്കിക്കൊണ്ട് വിശ്വാസത്തോടു കൂടി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വന്നു തുടങ്ങിയിരിക്കുന്നു. അതാണ് നേരത്തെ ടീച്ചറും പറഞ്ഞത്. പിന്നെ ഇപ്പം ഇങ്ങോട്ട് റിവേഴ്സ് മൈഗ്രേഷൻ ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞത്. അതിന് നമ്മൾ പശ്ചാത്തലം ഒരുക്കുന്നു. അത് വിജയിച്ചാൽ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ വമ്പിച്ച മാറ്റം ഉണ്ടാവും. നമ്മുടെ യൂണിവേഴ്സിറ്റികളെയും ഈ കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ച 90,000 കോടിയെന്ന് പറയുന്നത് ഈ സർവകലാശാലകൾ, മെഡിക്കൽ കോളേജുകൾ, അവയുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് R&Dക്ക് ഉതകുന്ന രീതിയിൽ അവരെ ഒരുക്കിയെടുക്കുക എന്നതുകൂടിയാണ്. അതാണ് 2-3 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഗുണഫലം കണ്ടുതുള്ളൂ. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും രാജ്യത്തെ ആദ്യത്തെ 10-ലും ആദ്യത്തെ 50-ലും ഒക്കെ ഇപ്പോൾ കടന്നുകൂടിയത്. നേരത്തെ കേരളത്തിന് അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയുന്ന കാര്യം തന്നെയാണത്. അങ്ങനെയേ കേരളത്തിന് നിലനിൽക്കാൻ പറ്റൂ. സ്റ്റാർട്ടപ്പുകൾ ധാരാളമായിട്ട് ഇപ്പോൾ തുടങ്ങും. നിക്ഷേപങ്ങളും കൊച്ചിയിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ വലിയ തോതിലാണ്